കുറേയൊക്കെ നടന്നു നോക്കി, ഏകദേശം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് നടന്നു നോക്കി. പിന്നെ ഒരു ഉച്ചയ്ക്കൊരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴും നെറ്റ്വർക്ക് ചെറുതായിട്ട് വന്നപ്പോൾ എൻ്റെ ഹോം സ്റ്റേ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആളുടെ ഞാൻ പറഞ്ഞു വഴി തെറ്റിയിട്ടുണ്ട്, ചെക്ക് പോസ്റ്റിലൊന്ന് ഇൻഫോം ചെയ്യണമെന്ന്. പക്ഷെ ആളത് കറക്റ്റായിട്ട് കേട്ടോന്ന് എനിക്കറിയില്ല. ചെക്ക് പോസ്റ്റിൽ എത്തിയാൽ വിളിക്കാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്തു. പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ ഫ്രണ്ടിന് ടെക്സ്റ്റ് ചെയ്യായിരുന്നു. ഇവരുടെ ഒരു ആരണ്യ സംതിങ് അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, അതിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ട്രക്കിംഗ് ഒക്കെ. അപ്പം അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്തി വിളിക്കുക, എൻ്റെ ഇത് ലോസായി എന്ന് പറഞ്ഞിട്ട്. അത് ടൈപ്പ് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തുമ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇനി കമ്മ്യൂണിക്കേഷൻ ഇല്ല, സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്താലേ രക്ഷപ്പെടുമെന്ന്. അങ്ങനെ നടക്കുമായിരുന്നു. എപ്പോഴാണ് അവിടെ കുടകിൽ ചെന്നത്? ഇപ്പം ഒറ്റയ്ക്കൊന്നും അകത്തേക്ക് കടത്തി വിടില്ല അല്ലെ, ഒരു ഗ്രൂപ്പായി കടത്തി വിടുള്ളൂ. നിങ്ങൾ എത്ര പേരുള്ള സംഘമായിരുന്നു? ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. ഞാൻ കയറുമ്പം ഒരു 6 പേരുടെ ഗ്രൂപ്പും ഞാനും പിന്നെ ഒരു 3 പേരുടെ ഗ്രൂപ്പ് വരുന്നുണ്ടായിരുന്നു. പിന്നെ 2 പേര് പിന്നെ എപ്പോഴും കയറിയെന്ന് തോന്നുന്നു. ഇതിപ്പോ നിങ്ങൾ ഓരോരുത്തരാണോ കയറിക്കൊണ്ടിരുന്നത് അതോ എപ്പോഴും ഗ്രൂപ്പായിട്ടാണോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? അതെങ്ങനെ ഈ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയത് ഏത് സാഹചര്യത്തിലായിരുന്നു? അല്ല, അവർ ആദ്യം ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടുമ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒന്നിച്ചാണ് വിടുന്നത്. ഒരു ടൈമിൽ മീൻസ് ഇപ്പം 8 o'clock വിടുമെന്ന് പറഞ്ഞിട്ട് വന്ന എല്ലാവരെയും ഇവിടെ ഇരുത്തിയിട്ട് ഒന്നിച്ചാണ് വിടുന്നത്. ഇത് മേലെത്തിയ ശേഷം ഇറങ്ങുന്നതാണ്. അപ്പം പീക്കിലെത്തിയ ചിലർ കുറേ നേരം അവിടെ നിൽക്കും, കുറച്ച് നേരം പെട്ടെന്ന് ഇറങ്ങുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് വഴിതെറ്റിയത്. എത്ര നേരം എടുത്ത് പീക്കിലെത്താൻ? ശരിക്കും ചെറിയ ടൈമേ ഉള്ളൂ, 2 hours ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഇതിന്റെ ഗ്യാസ് ഉണ്ടോ അതോ ഫുഡ്, വെള്ളം, അങ്ങനെ മറ്റു സാമഗ്രികളുണ്ടോ അതോ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണോ പോകുന്നത്? അല്ല, ഇത് ചെറിയ ട്രക്കായ കാരണം ഞാൻ പവർ ബാങ്ക് ഒന്നും കരുതിയില്ല. ഫോൺ ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു, ഒരു പഴം ഉണ്ടായിരുന്നു, ഒരു 500 ml വെള്ളം ഉണ്ടായിരുന്നു. ഇത്ര സാമഗ്രികൾ മാത്രമേ കയ്യിലുണ്ടാവും. പിന്നെ ID കാർഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ. സാധാരണ നമ്മൾ ഈ കുറച്ച് ദീർഘയാത്രയ്ക്ക് പോകുമ്പോൾ പവർ ബാങ്കും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ കരുതാറുണ്ട് അല്ലേ? സാധാരണ ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോഴും എടുക്കാറുണ്ട്. ഇത് വളരെ ചെറിയ ട്രക്കാണ്, 12 മണിയാകുമ്പോഴേക്ക് താഴെ എത്താം എന്നുള്ളത് കൊണ്ടാണ് ഒന്നും എടുക്കാറുള്ളത്. എപ്പോഴാണ് ശരിക്കും വഴി തെറ്റിയത്? എങ്ങനെ ഒരു നായെ കണ്ട് നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് എങ്ങനെയാണ് വഴി തെറ്റി? ഈ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് പിരിഞ്ഞത് ശരിക്കും? പീക്കിൽ നിന്ന് ഒരു 2 ടേണൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടേണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 പേരും ഞാനും ആയിരുന്നു ആദ്യം ഇറങ്ങിയത്, ബാക്കി എല്ലാവരും മേലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നുപോയി. അപ്പോൾ ഞാൻ ബാക്കിൽ നോക്കിയപ്പം അവരൊരു സ്ഥലത്ത് പാർപ്പുറത്തിരിക്കുന്നുണ്ട്, ഒരു നായ ഉണ്ടായിരുന്നു, അത് ആ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരും കൂടെ വന്നിട്ട് ഒന്നിച്ച് പോകാമെന്നുള്ള രീതിയിൽ താഴെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ കാണാനില്ല.